വീഡിയോ നമ്മൾ ഡാറ്റുഡേയിലാണുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ എത്തുന്നത് കുറേ കമ്മലും മാലയും ഉള്ള സെക്ഷനിലാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട്, കമ്മലുണ്ട്, കളർഫുൾ ആയിട്ടുള്ള മുത്തുള്ള കമ്മലുണ്ട്, പിന്നെ കുറേ തരം ബണ്ണോളുണ്ട്, നിറവ് ബണ്ണോള മാലകളൊക്കെയാണുള്ളത്. ഇത് നല്ല ഭംഗിയുള്ളൊരു മാലയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഗൈസ് അപ്പോൾ ഇതാണ് ഇവിടെ നിറവ് കളർഫുള്ളായിട്ടുള്ള ബണ്ണോളൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ നിറവും ബണ്ണോളാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, കുറേ ബണ്ണോളുണ്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായി കാണാൻ. ഞാൻ കുറേ നേരം ഇത് നോക്കി, നല്ല ഭംഗിയുണ്ട് മാല കാണാൻ. പിന്നെ ഇവിടെ ഫുള്ള് ബ്രേസ്ലെറ്റുകളാണ്, കുറേ തരം ബ്രേസ്ലെറ്റ്. ഇവിടെ കുറേ മാലകളുണ്ട്, തുമ്പിയുടെ മാലകളും കമ്മലും അതിനോട് പെയറായിട്ടുള്ള കമ്മലുമാണ് അതിലുള്ളത്. അപ്പം ഞാൻ അവിടുത്തെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിറവും ബോയായിരുന്നു, പൂവിൻ്റെ തരത്തിലുള്ള ബോ, പിന്നെ ബാക്കി തരത്തിൽ തലയെ കുത്തുന്ന തരം ബോ, കുട്ടികൾക്കുള്ള ബോ ഒക്കെ നിറവുണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ ഇവിടെ ഡേ ടു ഡേയിൽ 5 ദിവസം കൂടുമ്പോൾ സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതല്ല അതിൽ ഞങ്ങളുടെ തുമ്പികളുടെ കുറേ കളക്ഷൻ കണ്ടുണ്ടായി. ഗൈസ് അപ്പോൾ ഈ നീല കളർ ബോ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ കുറേ ക്ലിപ്പുകളുണ്ടായിരുന്നു, തുമ്പികളുടെ ആയിരുന്നു കൂടുതലും സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ നിറവും സാധനങ്ങളായിരുന്നു, കുറേ തരം ഈ ക്ലിസ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിറവ് ബണ്ണോളാണ്, കളർഫുൾ ബണ്ണോള് അവിടുത്തെ പോലെ തന്നെ. ഇവിടെ ബണ്ണുകളുടെ സെക്ഷൻ മാത്രമായിരുന്നു, ഞാൻ കണ്ടെല്ലാം കണ്ട് ഞെട്ടി. അപ്പോൾ ഇവിടെ പർപ്പിളും നീലയുമായിട്ടുള്ള ബണ്ണുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ടെഡ്ഡി ബിയർ ഉള്ള ബണ്ണുണ്ടായിരുന്നു, ബോ ഉള്ള ബണ്ണുണ്ടായിരുന്നു, നല്ല സ്ക്വിഷി ആയിരുന്നു. അപ്പോൾ ഇവിടെ നിറവും കീ ചെയിനാണ്. ഇവിടെ നല്ല പുഴു, എനങ്ങണ പുഴുവിൻ്റെ കീ ചെയിനുണ്ട്, നല്ല രസമുണ്ടായി. പലതരത്തിലുള്ള കീ ചെയിൻ ഉണ്ടായി. ഇതൊരു ക്യാമറയുടെ കീ ചെയിനാണ്, നീല കളറ്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ വരുന്നത്. ഇങ്ങനെ കുറേ തരം പടങ്ങൾ മോളിൽ ഞെക്കുമ്പോൾ വരും. അതങ്ങനത്തെ ഒരു കീ ചെയിനായിരുന്നു. പിന്നെ ഇവിടെ നിറവും ബോ പോലത്തെ സാധനം തന്നെ. ഇവിടെ നിറവും ഒരു ബാഗിലായിട്ട് കുറേ വളകൾ, ബ്രേസ്ലെറ്റ് ആണ്. അതും കുറേ സ്ലൈഡും, ചിലതിൽ കമ്മല് മാത്രം, ചിലതിൽ സ്ലൈഡ് മാത്രം. ഇത് ഡ്രീം ക്യാച്ചറാണ്, പല കളർ ഡ്രീം ക്യാച്ചറുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ ആയിരുന്നു. ഇത് റെയിൻബോ കളർ ഡ്രീം ക്യാച്ചറാണ്. ഇവിടെ നിറവും ഹെയർ ബാൻഡ് തന്നെയാണ്. ഇവിടെ കുറേ വലിയ തരത്തിലുള്ള മാലകൾ ഉണ്ടായിരുന്നു. ഇവിടെ സ്ലൈഡ്, ഇവിടെ നിറവ് സ്ലൈഡ്, ഇവിടെ മുടി വെച്ചിട്ടുള്ള ബണ്ണോളുണ്ടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ബണ്ണോളുണ്ട്. ഓരോരോ അവിടെ കണ്ടത് ഓരോരോ കളറായിട്ടുള്ള ബണ്ണ. ഇവിടെ ഓരോ പാവക്കുട്ടികളൊക്കെ വെച്ചിട്ടുള്ള ബണ്ണ ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് സ്പോർട്സിൻ്റെ സാധനങ്ങളാണ്. ഇവിടെ ഒരു ജാക്കറ്റ് ഉണ്ട്, ഇവിടെ പണിയെടുക്കുന്നവരിടുന്ന ജാക്കറ്റാണത്. പിന്നെ ഇവിടെ ഫുള്ള് ടോയ്സും സ്പോർട്സ് ഐറ്റംസും ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയണത് കാറ് ഇട്ട് കഴിഞ്ഞ് താഴെ വരെ എത്തുന്നത്. പിന്നെ അവിടെ RC കാർ ഉണ്ടായിരുന്നു. ഇവിടെ നിറവ് പോപ്പിറ്റാണ്, ഒരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പിലുള്ള പോപ്പിറ്റാണ്, കാസിൻ്റെ ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ ഇവിടെ മണി ഗണ്ണുണ്ട്, ഒരു മണി ഗണ്ണാണത്.
ഇവിടെ കുറേ റിമോട്ട് കാറുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിറവും സോഫ്റ്റ് ടോയ്സ് ആയിരുന്നു. പാവകള് അവിടെ ഒരു ഹസ്കി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഒരു മെർമെയ്ഡ്, ഇത് നല്ല ക്യൂട്ടായിരുന്നു. ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. അതെന്തോ ഒരു കളിപ്പാട്ടാണ്, എനിക്കറിയില്ല. ഇവിടെ പുഴു ഉണ്ടായിരുന്നു. പിന്നെ കുറേ പാവകൾ, ഒരു ജാതി പാവകൾ, വലിയ ഭംഗിയുണ്ടായിരുന്നു. കാണുമ്പോൾ പേടിയാവുന്നുണ്ടായി. ഇത് നല്ല ഭംഗിയുള്ള പാവകളായിരുന്നു. ഇവിടെ നല്ല സ്ക്യൂഷി ആയിട്ടുള്ള പാവകളായിരുന്നു. പിന്നെ ഇവിടെയും ഉണ്ട് കുറേ പാവകൾ, നല്ല കോഴിക്കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ കോഴിക്കുട്ടി ഉണ്ട്, കുറേ തരം ആനയുണ്ട്. ഇവിടെ നല്ല കളറ് ഫുള്ളായിട്ടുള്ള ആനയുണ്ട്. പിന്നെ പല കളറിലായ പാൻഡകളും യൂണിക്കോൺസും പല കളറിലുള്ള യൂണിക്കോൺസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ട്രോളിയിൽ കൊണ്ടുപോണ പാവകളായിരുന്നു. ഇവിടെ പുള്ളിപ്പുലിയും പിന്നെ വെള്ള കളർ വാരിയുള്ള പുലിയും. ഇത് അവിടെ കണ്ട പോലെ തന്നെ ഒരു ഹസ്കിയാണ്. ഇവിടെ ഫുള്ള് ഡോഗും ക്യാറ്റ്സുമാണ്. ഇവിടെ ആടുകളാണ്. ഇവിടെ ഒരു പിങ്ക് കളർ ആന ഉണ്ടായി. ഇവിടെ സ്റ്റാറിൻ്റെ ഒക്കെ പാവ, ഇമോജീസിൻ്റെ പാവ. ഇവിടെ കുറേ ബോളുകളായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്വിമ്മിങ്ങിൻ്റെ ഒക്കെ ഇടണില്ലേ, അതേപോലത്തെ സാധനവും. പിന്നെ ഇവിടെ കുറേ ട്രക്കുകൾ, കുഞ്ഞു കുട്ടികളുടെ ട്രക്ക് ഉണ്ടായി. പിന്നെ അവിടെ ഒരു വാളുണ്ടായിരുന്നു, അതെടുത്തൊക്കെ നോക്കി. പിന്നെ ലഗോ ഒക്കെ ഉണ്ടായിരുന്നു, ലഗോ പോലത്തെ സാധനം. പുലിയുണ്ട്, കുറേ തരം വൈൽഡ് അനിമൽസ് ഉണ്ട്, സിംഹമുണ്ട് അവിടെ. പിന്നെ ഇത് കാക്ടസ് ആണ്. ഇവിടെ പലതരത്തിലുള്ള കാക്ടസ് ഉണ്ട്. ടോം ഉണ്ട്, നമ്മൾ പറയുമ്പോൾ അതും തിരിച്ചു പറയുന്ന ടോം. പിന്നെ ഒരു കാറുണ്ട്, ബാക്ക് എടുത്താൽ നമ്മൾ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി ദൂരം ഓടും. ഇത് അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾക്ക് ഡോറെല്ലാം നോക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനം. ഇവിടെ പലതരം വണ്ടികളാണ്, ഇത് വെഹിക്കിൾസ് ആണ്. ഇത് എന്തോ ഒരു സാധനമാണ്, എനിക്കറിയില്ല. ഇവിടെ ഓടുന്ന സാധനങ്ങളാണ്. നിറവും ബബിള് വീർപ്പിക്കുന്ന സാധനങ്ങളായിരുന്നു. പലതരം ബബിള് വീർപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സാധനമുണ്ട്. ഇവിടെ അതിൻ്റെ മുകളിൽ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ബബിൾ ഉണ്ടാക്കുന്നത് തന്നെയാട്ടോ. പലതരം സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ ഫുൾ കിച്ചൺ സെറ്റ്, മേക്കപ്പ് സെറ്റുകളാണ്. ഇവിടെ കിച്ചൺ സെറ്റും ഉണ്ട്, കുറേ തരമുണ്ട്. മേക്കപ്പ് സെറ്റിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇവിടെ ഫുള്ളും കിച്ചൺ സെറ്റാണ് ഈ ഒരു ഭാഗത്ത്. അപ്പുറത്ത് ഡോക്ടർ സെറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ബ്രൗൺ കളർ ബോൾസ് ഉണ്ട്. ഇത് ഞാൻ കാണിച്ച ഡോഗ്സിൻ്റെ ഏരിയ ആണ്. ഇത് ഇടിക്കണ സ്ഥലമാണ്, ഇടിക്കുക അത് വീണ്. ബോക്സിന്റെ സാധനങ്ങളാണ്. നമ്മൾ ഇടിക്കുമ്പോൾ കയ്യിലുള്ള ഗ്ലൗസ് ഉണ്ട്, അത് പലതരത്തിലുണ്ട്. പിന്നെ ഇടിക്കുന്ന സാധനമുണ്ട്, കുറേ തരം സാധനങ്ങളുണ്ട്. ഫ്ലാഗൊക്കെ ഉള്ള ഇടിക്കുന്ന ഗ്ലൗസ് ഉണ്ട്. ഇവിടെ ഹെലികോപ്റ്റർ ആണുള്ളത്. അവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഊതുന്ന തരം വേറെ തരം സാധനമാണ്. ഇവിടെ വാക്കി ടോക്കീസാണ്, പല തരത്തിലും പല കളറിലുമായിട്ടുള്ള വാക്കി ടോക്കീസാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു വാക്കി ടോക്കി മേടിച്ചിട്ടുണ്ടായി. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പിന്നെ കുറേ തരം പല ബേബീസിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇവിടെ ലെഗോ കട്ട ബ്ലോക്സുകൾ, അതാണ്.
ഇവിടെ ഉണ്ണികൾക്ക് കളിക്കുന്ന ABCD എഴുതിയിട്ടുള്ള കട്ടകളാണ്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികളുടെ പാവയൊക്കെ ഉണ്ടായി. പിന്നെ ഇവിടെ അതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പാവ നമുക്ക് ട്രോളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പാവയായിരുന്നു. ഇവിടെയൊക്കെ പിന്നെ കുറേ കിച്ചൺ സെറ്റൊക്കെയാണ്. ഇത് നമ്മൾ ബർഗർ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നവരാണ്. നമുക്ക് ചീസ് വെക്കണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കേണ്ട, അങ്ങനെയൊക്കെ. ഇത് ഫിഷിങ് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ അങ്ങനെ കുറേ ഉണ്ട്. ഇത് ക്ലീനിങ് സെറ്റാണ്, കുഞ്ഞ് ക്ലീനിങ് സെറ്റ്. കിച്ചൺ സെറ്റായിരുന്നു. അതിൽ പല ഫുഡുകൾ. ഇവിടെ കുറേ കാറൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം വേഗമായ. ഇവിടെ കുറേ വലിയ കാറുകളാണ്. ഒരു കവറിലാക്കിയിട്ട് കുറേ വലിയ കാറുകൾ ഭയങ്കര വലുപ്പമുണ്ട്. ഇത് പിന്നെ കുറേ ബേബീസ് ഉള്ള ഏരിയയാണ്, ബേബീസിൻ്റെ. പിന്നെ അപ്പുറത്തെ ഡോൾസ് ആയിരുന്നു, കുറേ തരം ഡോൾസ് ഉണ്ടായിരുന്നു.